കേരളത്തിലെ മയക്കുമരുന്ന് ശൃംഖലയെ തകർത്ത് ഓപ്പറേഷൻ തൂഫാൻ അങ്ങനെ മുന്നേറുമ്പോഴും വയനാട്ടിൽ എക്സൈസ് പിടികൂടിയ വിദേശ പൗരനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പക്ഷേ വഴിമുട്ടിയ അവസ്ഥയിലാണ്. കഴിഞ്ഞ ഡിസംബറിലാണ് നൈജീരിയൻ വിദ്യാർത്ഥിയായ മുഹമ്മദ് അബ്ദുറഹ്മാനെ വയനാട് എക്സൈസ് സംഘം പിടികൂടിയത്. കേരളത്തിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് ഇയാളെന്ന് വ്യക്തമായിട്ടും തുടരന്വേഷണം പക്ഷേ ഏതാണ്ട് നിലച്ച മട്ടാണ്. എന്താണ് സംഭവിച്ചതെന്ന് എം കമൽ പറയും. കേരളത്തിലെ മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കാൻ ഓപ്പറേഷൻ തൂഫാൻ എന്ന രീതിയിൽ സംസ്ഥാന സർക്കാർ സ്പെഷ്യൽ ഡ്രൈവ് നടത്തുമ്പോഴാണ് മാസങ്ങൾക്ക് മുൻപ് പിടിയിലായ ഒരു നൈജീരിയൻ സ്വദേശിയെ കേന്ദ്രീകരിച്ചുള്ള മയക്കുമരുന്ന് ശൃംഖലയെക്കുറിച്ചുള്ള അന്വേഷണം വഴിമുട്ടുന്നത്. കഴിഞ്ഞ മാസം ഡിസംബറിലാണ് മുഹമ്മദ് ജാമിയു അബ്ദുറഹ്മാൻ എന്ന നൈജീരിയൻ സ്വദേശിയെ അതിസാഹസികമായി വയനാട് എക്സൈസ് സംഘം പിടികൂടുന്നത്. ഡൽഹി വിമാനത്താവളത്തിൽ നിന്നാണ് അന്നത്തെ വയനാട് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ പ്രസാദിന്റെയും സർക്കിൾ ഇൻസ്പെക്ടർ ഷറഫുദ്ദീന്റെയും നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ പിടികൂടുന്നത്. ഇമിഗ്രേഷൻ വകുപ്പിന്റെ കൂടി സഹായത്തോടെ ഇയാളെ പിടികൂടി പട്യാല കോടതിയിൽ ഹാജരാക്കിയ ശേഷം വയനാട്ടിൽ എത്തിക്കുകയായിരുന്നു. കേരളത്തിലേക്ക് ബംഗളൂരുവിൽ നിന്ന് മെത്താഫിറ്റമിൻ അടക്കമുള്ള മയക്കുമരുന്ന് കടത്തുന്ന ശൃംഖലയിലെ അല്ലെങ്കിൽ മയക്കുമരുന്ന് എത്തിക്കുന്ന പ്രധാന കണ്ണിയാണ് ഇയാളെന്ന് അന്ന് തന്നെ വ്യക്തമായിരുന്നു. ഡൽഹിയിൽ ഒരു വിദ്യാർത്ഥി മാത്രമായിരുന്ന ഇയാൾ നൈജീരിയയിലേക്ക് തുടർച്ചയായി യാത്ര ചെയ്യുന്നത് അടക്കം ശ്രദ്ധയിൽപ്പെട്ടാണ് എക്സൈസ് ഇയാളിലേക്ക് എത്തിയത്. സുൽത്താൻ ബത്തേരിയിൽ പിടികൂടിയ 2 MDMA കേസുകളെ പിന്തുടർന്നായിരുന്നു എക്സൈസിന്റെ അന്വേഷണം. ഇയാളുടെ അക്കൗണ്ടിലേക്ക് കോടികൾ എത്തുന്നത് എക്സൈസ് കണ്ടെത്തിയിരുന്നു. കേരളത്തിൽ നിന്നും മാത്രം ഈ വിദ്യാർത്ഥിയുടെ അക്കൗണ്ടിലേക്ക് 1,30,00,000 രൂപ ട്രാൻസ്ഫർ ചെയ്തതായി എക്സൈസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി. മറ്റ് 2 വിദേശികൾ കൂടി ഈ കണ്ണിയിൽ ഉണ്ട് എന്നും വ്യക്തമായതാണ്. പക്ഷേ കേരളത്തിൽ നിന്ന് ഈ പൈസ ട്രാൻസ്ഫർ ആയ ആളുകളുടെ അഡ്രസ്സിലേക്കും എക്സൈസ് എത്തി. പക്ഷേ ഒരു തുടരന്വേഷണം ഇപ്പോൾ വേണ്ട രീതിയിൽ നടക്കുന്നില്ല. ആരൊക്കെയാണ് മുഹമ്മദ് ജാമിയു അബ്ദുറഹ്മാന് പണം കൈമാറിയത്? ആരുടെ കയ്യിലേക്കാണ് ഇയാൾ മയക്കുമരുന്ന് എത്തിച്ചത്? അത് കേരളത്തിൽ എവിടെയൊക്കെയാണ് വിതരണം ചെയ്തത്? അങ്ങനെ തുടരന്വേഷണം നടത്തി ഈ ശൃംഖലയെ മൊത്തം വലയിലാക്കേണ്ടതുണ്ട്. ഈ കണ്ണി പൂർണ്ണമായും പൊട്ടിക്കേണ്ടതുണ്ട്. പക്ഷേ എക്സൈസിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു തുടരന്വേഷണം ഉണ്ടാകുന്നില്ല. ഡിസംബർ കഴിഞ്ഞ ഇപ്പോൾ ജൂൺ ആദ്യമായി ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ നടക്കുന്നു. എന്തുകൊണ്ട് കേരളത്തിലേക്ക് ഈ MDMAയും മെത്താഫിറ്റമിനും എത്തിക്കുന്ന ഈ ശൃംഖലയെ തകർക്കാൻ എക്സൈസ് മുന്നിട്ടിറങ്ങുന്നില്ല? കാര്യക്ഷമമായി അന്വേഷിക്കുന്നില്ല. ചോദ്യങ്ങൾ നിരവധിയാണ്. മുഹമ്മദ് ജാമിയു അബ്ദുറഹ്മാൻ ഇപ്പോഴും റിമാൻഡിലാണ്, ജയിലിലാണ്. എന്തുകൊണ്ട് തുടരന്വേഷണം ഉണ്ടാകുന്നില്ല? അയാളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട മയക്കുമരുന്ന് വാങ്ങുന്ന കേരളത്തിലെ കണ്ണികളെ പിടികൂടുന്നില്ല? ഉത്തരം പറയേണ്ടത് എക്സൈസ് വകുപ്പിലെ ഉന്നത അധികാരികളാണ്.